Hello friends, how are you? Welcome back my channel. അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതായത് Redmi Note 8 Pro എന്ന ഫോണിന്റെ അൺബോക്സിങ്ങും അതിന്റെ സ്പെസിഫിക്കേഷനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു. ബെൽ ബട്ടൺ ഒക്കെ അതിന്റെ താഴെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാൽ നിങ്ങളുടെ ഫ്രണ്ട്സാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഫോണിന്റെ സ്പെസിഫിക്കേഷൻ അൺബോക്സിംഗ് കാണാം. അപ്പം ഒരു വട്ടംപാട് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ Redmi Note 8 Proനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ സ്പെസിഫിക്കേഷനും ചെറിയൊരു സ്പെസിഫിക്കേഷനും അതിന്റെ അൺബോക്സിംഗാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പം ഇതാണ് ഫോണിന്റെ ബോക്സ്. ഈ ഫോൺ വാങ്ങാൻ കുറച്ച് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് അത്രയും മാർക്കറ്റിൽ കിട്ടാനില്ലാത്തൊരു വെരി ടൈറ്റ് ഡിമാൻഡഡ് മോഡലാണ് ഇത്. കുറെ 2 ആഴ്ച ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഈ ഫോൺ എനിക്ക് പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞത്. 2 ആഴ്ച ഞാൻ ഓൺലൈനിൽ വെയിറ്റ് ചെയ്ത് നോക്കി, ഓൺലൈനിൽ കിട്ടാനില്ല. അതേപോലെ എനിക്ക് എൻ്റെ സുഹൃത്തുമായി എനിക്ക് നാട്ടിലൊരു ഷോപ്പിൽ നിന്നാണ് എനിക്കിത് പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞത്. അതിന്റെ ഏറ്റവും വലിയ ഡിമാൻഡ് ഇങ്ങനെ ടൈറ്റുള്ള കാരണം ഈ ഡിമാൻഡ് മോഡലാകാൻ കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഒരു ക്യാമറയാണ് ഇതിന്റെ പ്രത്യേകത. അതായത് ഇതിന്റെ ക്യാമറ വന്നിട്ട് ബാക്ക് ക്യാമറ 64 മെഗാ പിക്സലാണ് ഇതിന്റെ ബാക്ക് ക്യാമറ വരുന്നത്. ടോട്ടൽ ഇതിന് ബാക്കിൽ 4 ക്യാമറയാണുള്ളത്. ഒരു 64 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറ, അതിന്റെ കൂടെ 8 മെഗാ പിക്സലിന്റെയും 2 മെഗാ പിക്സലിന്റെ 2 ക്യാമറയാണ്. ടോട്ടൽ 4 ക്യാമറയാണ് ഇതിന്റെ ബാക്കിൽ വരുന്നത്. കോഡ് ക്യാമറ എന്നാണ് അതിന് പറയുക. മൊബൈൽ കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ കോഡ് ക്യാമറ എന്നാണ് പറയുക അതിന്. പിന്നെ ഫ്രണ്ട് ക്യാമറ സിംഗിൾ ക്യാമറയാണ്. അതും 20 മെഗാ പിക്സലിന് നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറയാണ്. അതിനാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 20 മെഗാ പിക്സലിന്റെ നല്ല സെൽഫി എടുക്കാൻ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോക്കൊക്കെ നല്ല ക്ലാരിറ്റി തരുന്നൊരു ക്യാമറയാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ സൈസ് പറഞ്ഞിട്ട് 6.53 AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് നല്ല ഫുൾ ടച്ച്, അതായത് നമുക്ക് കേസിന്റെ ഫുൾ ആയിട്ട് വരുന്ന ടൈപ്പ് ടച്ച് ആണ് അതിന് വരുന്നത്. ഫുൾ ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇതിന്റെ CPU അതായത് പ്രൊസസർ വന്നിട്ട് നല്ല ഫാസ്റ്റ് കൂടിയ MediaTekന്റെ Helio G90T എന്നൊരു പ്രൊസസറാണ് വരുന്നത്. എനിക്ക് നല്ല സ്മൂത്ത് ആയിട്ട് തോന്നിയ നല്ല സ്മൂത്ത് വർക്കിംഗ് ആണ് വരുന്നത്. കാരണം ഞാൻ കുറെ ആപ്ലിക്കേഷൻ ഈ ഒരു ആഴ്ച കൊണ്ട് തന്നെ അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് യാതൊരു ഇഷ്യൂ ഈ ഫോണിൽ കാണിക്കുന്നില്ല. ഇതിന്റെ റാം 6GB വേരിയന്റ്, 6GB മാത്രമുള്ള ഒരു റാമാണ് ഇതിന് വരുന്നത്. 6GB മെമ്മറി ഇന്ത്യൻ മെമ്മറി കുറച്ച് കൂടുതലും കുറവായിട്ട് വരുന്ന 2-3 വേരിയന്റ് മാത്രമേ ഈ ഒരു മോഡലിനുള്ളൂ. ഇതിന്റെ ഇപ്പൊ എന്റെ കയ്യിലുള്ള ഇതിന്റെ ഇന്ത്യൻ മെമ്മറി വന്നിട്ട് 128GB ആണ് വരുന്നത്. അഡീഷണൽ നമുക്ക് കാർഡ് വേണമെങ്കിൽ മെമ്മറി കാർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാനുള്ള അഡീഷണൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ബാറ്ററി ലൈഫ് 4500 mAh ബാറ്ററി ലൈഫാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ബാക്കപ്പ് കിട്ടുന്ന ഒരു ഫോണാണ്. MIന്റെ ഫോണുകൾക്ക് പൊതുവെ ബാറ്ററി ബാക്കപ്പ് ഇഷ്യൂ വരാറില്ല. കാരണം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഇതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ച ഫോൺ MIയുടെ പഴയ ഫോണായ നോട്ട് 4 ആയിരുന്നു. നല്ല 2 ദിവസമൊക്കെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഇതും അതേപോലെ തന്നെ 4500 അപ്പോൾ ഒരാഴ്ച യൂസ് ചെയ്തിട്ട് എനിക്ക് 2 ദിവസം 1.5 ദിവസം എന്തായാലും എനിക്ക് യൂസ് ചെയ്ത് ഇതിന്റെ ബാറ്ററി നമുക്ക് മാക്സിമം ഒറ്റ റീചാർജിൽ തന്നെ 1.5 ദിവസത്തിൽ എനിക്ക് ലൈഫ് കിട്ടുന്നുണ്ട്. അത് ഞാൻ ഇതേപോലെ ഒരു വീഡിയോ എടുത്തിട്ട് നല്ലോണം കോളും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് എനിക്ക് 1.5 ദിവസം മിനിമം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ബാറ്ററി ലൈഫ്. മാക്സിമം ഇതിന്റെ ബാക്കപ്പുള്ള നല്ലൊരു ബാറ്ററി ആണ് ഇതിന് വന്നിട്ടുള്ളത്. അത് റിമൂവ് ചെയ്യാൻ കഴിയില്ല, ഇൻബിൽട്ട് ബാറ്ററിയാണ് വരുന്നത്. അതിന്റെ കൂടെ ഇതിന് ഫാസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞൊരു ചാർജറും ഫോണിന്റെ കൂടെ വരുന്നത്. അതായത് 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് 100% ചാർജ് ഫുള്ളാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഫാസ്റ്റ് ചാർജറാണ് ഇതിന്റെ കൂടെ വരുന്നത്. പിന്നെ നെറ്റ്വർക്ക്, അതായത് ഇതിന്റെ 2 ഡുവൽ സിമ്മാണ് വരുന്നത്. 2ഉം മൾട്ടി വോൾട്ട് സപ്പോർട്ടാണ്. അതായത് നമുക്ക് 2 ജിയോ സിം വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാം. അതിൽ ഇന്റർനെറ്റ് ഏത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2ഉം ഒരേ സമയം നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യാൻ പറ്റിയ ഒരു ഫീച്ചറുള്ള ഡുവൽ മൾട്ടി വോൾട്ടാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ പഴയ നോട്ട് 4ലാണെങ്കിൽ എനിക്ക് ഒന്നിന് വോൾട്ട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ജിയോ കട്ടായി റേഞ്ച് കാണിക്കത്തില്ല. ഇതിന് ആ ഒരു ഇഷ്യൂ ഇല്ല. അപ്പോൾ മൾട്ടി വോൾട്ട് യൂസ് ചെയ്യുക. അതേപോലെ ഇതിൻ്റെ ഒരു വേറൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ MIന്റെ പഴയ ഫോണുകൾ ഇപ്പോഴത്തെ ഒരു പുതിയ ഫോണുകൾക്കൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സിം ഇട്ട് കഴിഞ്ഞാൽ ഒരു മെമ്മറി കാർഡ് സ്ലോട്ട് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. പക്ഷേ ഈ ഫോണിൽ അങ്ങനെയല്ല. 2 സിം ഇടാൻ കൂടെ നമുക്ക് മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ വേണ്ടി വേറൊരു സ്ലോട്ടും പാട് ഇതിലുണ്ട്.
അപ്പോൾ ആ ഒരു പ്രോബ്ലം നമുക്കില്ല. പിന്നെ ഫിംഗർ പ്രിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കത്തെ ക്യാമറ താഴെയായിട്ട് ഫിംഗർ പ്രിന്റ് സെൻസറായിട്ട് തന്നെ അഡീഷണൽ വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഫോണുകൾക്ക് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ടച്ച് സ്ക്രീനിൻ്റെ അടിഭാഗത്ത് മെനു ബട്ടൻ്റെ അവിടെയാണ് ഫിംഗർ പ്രിന്റ് വരുന്നത്. അപ്പോൾ അത് കുറച്ച് സ്ലോ ആയിരിക്കും. പക്ഷെ ഇതിന് ആ ഒരു ഇഷ്യൂ ഇല്ല. കറക്റ്റ് ബാക്കിൽ ഫിംഗർ പ്രിന്റ് സെൻസറായിട്ട് തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ക്യാമറ താഴത്ത്. അപ്പോൾ അത് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ എനേബിൾ ചെയ്യാം. ഫാസ്റ്റായിട്ട് തന്നെ ഫിംഗർ പ്രിന്റ് സെൻസ് ചെയ്യുന്നതാണ്. അതേപോലെ ഇതിന് ഫേസ് അൺലോക്കിംഗ് ഓപ്ഷനും ഉണ്ട്. നമ്മളെ മുഖം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുഖം കണ്ടു കഴിഞ്ഞാൽ ഫേസ് അൺലോക്ക്, അതായത് പെട്ടെന്ന് ലോക്ക് തുറക്കാനുള്ള ഒരു ഓപ്ഷനും ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഇത് എന്ന് വെച്ചാൽ ഇതിന് അലക്സ ബിൽറ്റ് ഇൻ അസിസ്റ്റന്റ് ഉണ്ട്. അതായത് നമുക്ക് ആവശ്യമുള്ള ഗൂഗിൾ അസിസ്റ്റന്റ്, അതിൽ വിൻഡോസിന്റെ കോർട്ടാന എന്ന പോലെ അതേപോലെ നമുക്ക് അസിസ്റ്റന്റ് ചെയ്യാൻ നമുക്ക് പിന്നെ അലക്സ ബിൽറ്റ് ഇൻ ഇതിൻ്റെ കൂടെ ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ നോർമൽ സ്പെസിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി ഇതിന്റെ അൺബോക്സിങ്ങും ഈ ബോക്സിന്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് നോക്കാം. കുഴപ്പമില്ലാത്ത നല്ലൊരു ഫോണാണ്. പിന്നെ ചീപ്പ് റേറ്റുമാണ് ഇതിന്. മാക്സിമം 17,000 രൂപയുടെ ഉള്ളിലായിട്ട് കിട്ടും. നമുക്ക് ഷോപ്പിൽ ഓൺലൈനിലാണ് ഈ 14,500 കിട്ടും. കാരണം ഈ ഒരു കോൺഫിഗറേഷനുള്ള 6GB 128 ഇന്റർണൽ മെമ്മറി, ഒരു 50 റേഞ്ച് വരുന്ന മെഗാ പിക്സൽ ക്യാമറ ഉള്ള ഒരു ഫോണിനൊക്കെ മിനിമം 18, 19, 20 രൂപയുടെ മേലക്കാണുള്ളത്. ആ സമയത്താണ് MI ഈ ചെറിയ റേറ്റിന് ഫോൺ ഇറക്കിയിട്ടുള്ളത്. MIന്റെ ഫോണുകൾ സാധാരണ അങ്ങനെ തന്നെയാണ്. നല്ല ഹൈ എൻഡ് കോൺഫിഗറേഷൻ റിക്വയർമെന്റ് ആയിക്കാരം, പക്ഷേ റേറ്റ് കമ്മിയായിരിക്കും. അപ്പം എനിക്ക് യൂസ് ചെയ്തിട്ട് വലിയൊരു നെഗറ്റീവായിട്ടോ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഇതിലൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് അതിൻ്റെ അൺബോക്സിങ് കാണാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഫോണിൻ്റെ ബോക്സ്. അവിടെ അലക്സ അസിസ്റ്റൻ്റ് ആണിത്, ആമസോണിൻ്റെ. ഇത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കഴിഞ്ഞാൽ 28GB ആണ്. ഇട്ടുണ്ട് 6GB 128. അതേപോലെ തന്നെ 6GB 128 ആണ് എൻ്റെ കയ്യിലുള്ളത്. പക്ഷേ ഇതിൻ്റെ 6GB 64GB മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അധിക സ്ഥലത്തും ഞാൻ അന്വേഷിച്ചപ്പം കിട്ടാനുള്ളത് 6GB 128GB ഇൻറ്റേർണൽ മെമ്മറിയാണ്. ഇതാണ് ഫോണ് ആദ്യം വരുന്നത്. അൺബോക്സ് ടോപ്പ് തുറന്നു കഴിഞ്ഞാൽ ആദ്യം ഈ കാണുന്നതാണ് ഫോണ്. ഒരു കവറിലായിട്ടുള്ള ഫോണാണിത്. അതിൻ്റെ അടിയിൽ താഴെ വന്നിട്ട് മറ്റേ നമ്മളെ സിമ്മ് ഊരാനുള്ള മെമ്മറി കാർഡ് ഊരാനുള്ള ചെറിയ പിന്നാണത്. പിന്നെ ഈ കേസിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ബാക്ക് കവറും അതിൻ്റെ കൂടെ ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. MIൻ്റെ ഫോണുകൾക്കുള്ളൊരു അഡ്വാൻറ്റേജ് ഒന്ന് ഇതാണ്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കവറും ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ വന്നിട്ട് ചാർജറിൻ്റെ കേബിളാണ്. കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാനും നമ്മൾ ചാർജ് യൂസ് ചെയ്യാനും. ഇതാണ് അതിൻ്റെ ചാർജർ വരുന്നത്. അതായത് ഇതിൽ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ആംബിയറും വോൾട്ടും കാര്യങ്ങളൊക്കെ. ഫാസ്റ്റ് ചാർജറാണിത്. പെട്ടെന്ന് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇതിലുള്ളത്. ഫോൺ വന്നിട്ട് ഞാനിപ്പോൾ 2 ദിവസം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഞാൻ ബോക്സ് ചെയ്തുകൊണ്ടാണ് അൺബോക്സ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഫോണ്. നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. 4 ക്യാമറ കണ്ടില്ലേ, അല്ല ഫ്രണ്ടിലെ ക്യാമറ മേലെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഫോണൊന്ന് ഓൺ ചെയ്യാം, പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ആയി. അപ്പോൾ ഇത് ഇപ്പോൾ ഉള്ളത് ഡിസ്പ്ലേയിൽ ഒട്ടിച്ചിട്ടുള്ളത് ഇതിൻ്റെ കൂടെ വരുന്നൊരു ജസ്റ്റ് ഒരു ലോക്കൽ സ്ക്രീൻ ഗാർഡാണ്. MIൻ്റെ തന്നെ ഒരു വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല, അങ്ങനെ ഓരോരോ പരസ്യങ്ങളൊക്കെ ഉള്ളൊരു സ്ക്രീൻ ഗാർഡാണ്. അത് നമുക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഗ്ലാസ് ടൈപ്പ് സ്ക്രീൻ ഗാർഡൊക്കെ കിട്ടുന്നതാണ്. ഇതുണ്ട് പെട്ടെന്ന് ഓണായി വന്നു. അതുകൊണ്ട് ഈ പ്രൊസസ്സറിൻ്റെയും റാമിൻ്റെയും ഫാസ്റ്റ് കൊണ്ടാണ് അത് പെട്ടെന്ന് ഓപ്പണായി വന്നത്. പാസ്വേഡ് ജസ്റ്റ് ഫിംഗർ അടിച്ചുകൊണ്ട് പാസ്വേഡ് ജസ്റ്റ് വെച്ച് ലോക്ക് തുറക്കുകയാണ് ഫോണ്. അപ്പോൾ പാസ്വേഡ് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ ആദ്യം ഒന്ന് പോയി നോക്കാം. സെറ്റിങ്സ് ഓപ്പൺ ആക്കി അതിൽ മൈ ഡിവൈസിൽ നമുക്ക് ആൻഡ്രോയിഡ് വന്നിട്ട് ഇതിൻ്റെ പേര് കാണിക്കുന്നത് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വെർഷനാണ് ഇപ്പോൾ ഇതിലുള്ളത്. അപ്ഡേറ്റ് ചെയ്ത് നോക്കി, അപ്ഡേഷൻ ഇല്ല, അതിലുള്ള ലേറ്റസ്റ്റ് വെർഷൻ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ സെറ്റിങ്സ് പോയതിൻ്റെ ഫ്രണ്ടിൽ ഇതിൻ്റെ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ കാണിക്കും. സ്റ്റോറേജ്, ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ചിൽ, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് വെർഷൻ ഏതാണെന്നുള്ളത്, ഇൻറ്റർണൽ മെമ്മറി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആൾ സ്പെസിഫിക്കേഷൻ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഫുൾ ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ്.
ഇതിൽ റാം 6GB ഉണ്ട്. CPU വന്നിട്ട് ഒക്ടാകോർ മാക്സ് 2.5 GHz ആണ് ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ കോറുകൾ വരുന്നത്. അതിൻ്റെ ഫ്രീക്വൻസിയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇൻബിൽട്ട് ഇത് സ്റ്റോറേജ് വന്നിട്ട് 128GB ആണ് ഈ മോഡലിൻ്റെ ഉള്ളത്. 64GB നമുക്ക് കിട്ടാനും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് ഇതിന് വന്നിട്ടുള്ളത്. പെട്ടെന്ന് മടുക്കാനുള്ളൊരു സെറ്റിങ്സ് ഒന്നും അല്ല ഇതിൻ്റെ. സാധാരണ ഫോണുകൾക്ക് നമുക്ക് വേഗം മടുക്കും സെറ്റിങ്സ് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ആ ഒരു പ്രോബ്ലം ഇല്ല.